ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ വിദഗ്ധ ഡോക്ടറുടെ കുറവ് മൂലം ഒരാളുടെ ജീവൻ കൂടി പൊലിഞ്ഞു. കാറ്റാടിക്കവല 3-ാം ഡിവിഷനിൽ താമസക്കാരനായ ഗോപാലകൃഷ്ണന്റെ ജീവനാണ് പൊലിഞ്ഞത്. നെഞ്ചുവേദനയെ തുടർന്ന് ഉപ്പുതറ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. എന്നാൽ വാഗമൺ എത്തും മുമ്പ് മരണം സംഭവിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളുടെയും ചുമതലയുണ്ടായിരുന്ന ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ അവസ്ഥ ഇപ്പോൾ പരിതാപാവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം ഉപ്പുതറ 3-ാം ഡിവിഷനിലുള്ള മധ്യവയസ്കനെ നെഞ്ചുവേദനയെ തുടർന്ന് ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വിദഗ്ധ ഡോക്ടർമാരില്ലാത്തതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. വാഗമൺ അടുത്തപ്പോഴേക്കും ഇയാളുടെ ജീവൻ നഷ്ടമായി. അടിയന്തര വൈദ്യസഹായം നൽകിയിരുന്നുവെങ്കിൽ ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇതേപോലെ നിരവധി ആളുകളുടെ ജീവനാണ് നഷ്ടമാകുന്നത്. ദിവസ വേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. 250 മുതൽ 400ഓളം പേർ OPയിൽ ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട്. ഈ ആശുപത്രിക്കാണ് ഇത്രയധികം ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്കാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് പ്രഖ്യാപനം നടത്തുമ്പോഴും കഴിഞ്ഞ 6 മാസമായി ഡിസ്പെൻസറിയുടെ സേവനം മാത്രമാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗക്കാർ തിങ്ങി താമസിക്കുന്ന എസ്റ്റേറ്റ് മേഖലയായ ആനപ്പള്ളം 10-ാം വാർഡിൽ നിന്നും ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മധ്യവയസ്കനെ ഉപ്പുതറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രദേശവാസികൾ എത്തിക്കുകയും എന്നാൽ അവിടെ നിന്നും വിദഗ്ധമായ ചികിത്സ ലഭിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്തതിനാൽ അവിടുന്ന് അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും അദ്ദേഹത്തെ കൊണ്ടുപോയ വാഹനം ഏതാണ്ട് വാഗമണ്ണിനോടടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ ആ വാഹനത്തിൽ വെച്ച് പൊലിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും 2 വർഷക്കാലമായിട്ട് ഇവിടെ എത്തുന്ന രോഗികളുടെ ജീവൻ എടുക്കുന്ന സർക്കാർ ആശുപത്രിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 50ഓളം പേർക്ക് കിടത്തി ചികിത്സ ലഭിച്ചിരുന്ന ആശുപത്രിയായിരുന്നു ഇത്. ഇപ്പോൾ കിടത്തി ചികിത്സ മുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞു. സ്ഥിരം ഡോക്ടറില്ലാതായിട്ടും 6 മാസങ്ങൾ കഴിഞ്ഞു. കണ്ണമ്പടി വനമേഖലയിലെ 12 ആദിവാസി ഊരുകളിലെയും കൂട്ടിക്കിടക്കുന്ന ചീന്തളാട് വാഗമൺ തോട്ടങ്ങളിലെയും ഉൾപ്പെടെ 5 പഞ്ചായത്തുകളിലെ നിർദ്ധരായവരുടെ ആശ്രയമാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രി. അധികൃതരുടെ അവഗണനയുടെ നേർചിത്രമായി ഇപ്പോൾ ഈ ആശുപത്രി മാറിയിരിക്കുകയാണ്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.